ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CSEB എക്സാമിന് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ബാങ്കിങ് ഏരിയയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നിൽ കൂടുതൽ തവണ CSEB എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇയർ സഹിതം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ബാങ്കിങ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് CSEB സംബന്ധിച്ചിടത്തോളം. ബാങ്കിങ്ങിൽ മോഡേൺ ബാങ്കിങ്ങും അതുപോലെ തന്നെ ട്രഡീഷണൽ ബാങ്കിങ്ങും സെപ്പറേറ്റ് ചെയ്തിട്ട് കണ്ടന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ബാങ്കിങ്, കോർപ്പറേഷൻ, അതുപോലെ കോപ്പറേറ്റീവ് ലോ, അതുപോലെ അക്കൗണ്ടിങ്, ഇതൊക്കെ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കിങ് കുറച്ചും കൂടി വൈഡ് ആയിട്ട് നമുക്ക് CSEB എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ബാങ്കിങ് മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ഗ്ലോബൽ മണി ലോണ്ടറിംഗ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിംഗ് വാച്ച് ഡോഗ്. 1049/2024 CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡാഷ് ഈസ് എ ഗ്ലോബൽ മണി ലോണ്ടറിംഗ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിംഗ് വാച്ച് ഡോഗ്. ഏതാണ്? സ്വിഫ്റ്റ് ആണോ, ID ആണോ, UNA ആണോ, FATF ആണോ? ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും FATF ആണ്. FATF എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആണ്. FATF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആണ്. ഇതൊരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തത് 1989 G7 കൺട്രീസ് ആണ് ഇത് രൂപീകരിച്ചത്. FATF അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ മണി ലോണ്ടറിംഗ് ഒക്കെ തടയുക എന്നുള്ളതാണ്. അപ്പൊ മണി ലോണ്ടറിംഗ് ഒക്കെ തടയാൻ വേണ്ടി 7 കൺട്രീസ് 1989 ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ഈ FATF എന്ന് പറയുന്നത്. അപ്പൊ FATF ആണ് ഗ്ലോബൽ മണി ലോണ്ടറിംഗ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിംഗ് വാച്ച് ഡോഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരത് ഇന്റർഫേസ് ഫോർ മണി ആപ്പ് വാസ് ഡെവലപ്ഡ് ബൈ NPCI ടു ബ്രിങ് ഇൻ. അതായത് BIM ആപ്പ് NPCI ഡെവലപ്പ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ്. അപ്പോൾ ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. BIM ആപ്പ് ഡെവലപ്പ് ചെയ്തത് ആരാന്നുള്ളത്. അപ്പോൾ BIM ആപ്പ് ഡെവലപ്പ് ചെയ്തത് NPCI ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തതെന്നാണ് ഇവിടുത്തെ ചോദ്യം. നമ്മളുടെ 1049/2024 CSEB ജൂനിയർ ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യമായിരുന്നു ഇത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, റെഡ്യൂസ് NPA, സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ്, ആന്റി മണി ലോണ്ടറിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ് BIM ആപ്പ് ഡെവലപ്പ് ചെയ്തത്? BIM ആപ്പ് ഡെവലപ്പ് ചെയ്തത് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ടാണ്. എല്ലാ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിലുള്ള എല്ലാവരെയും ഫൈനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഫൈനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ് ഈ BIM ആപ്പ് എന്ന് പറയുന്നത്. ഡെവലപ്പ് ചെയ്തത് NPCI ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ വാസ് സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ്? സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1973 1049/2024 ജൂനിയർ ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യമാണ്. സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാന്നുള്ളത് നമുക്ക് സ്വിഫ്റ്റും അതുപോലെ തന്നെ RTGS, IMBS, നെഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് മോഡേൺ ബാങ്കിങ്ങിൽ പഠിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുള്ള ഏരിയ ആണ്. അപ്പോൾ സ്വിഫ്റ്റ്, ഇവിടുത്തെ ചോദ്യം സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1973. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ലൈക്ക് എ ബാങ്ക് അക്കൗണ്ട് വിത്തൗട്ട് ഹാവിംഗ് ബാലൻസ് ഇൻ ഇറ്റ്. 1049/2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. ഡാഷ് ഈസ് എ ലൈക്ക് എ ബാങ്ക് അക്കൗണ്ട് വിത്തൗട്ട് ഹാവിംഗ് ബാലൻസ് ഇൻ ഇറ്റ്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, കറന്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, എൻഡോൺമെന്റ് അക്കൗണ്ട്. അപ്പോൾ ഡാഷ് ഈസ് ലൈക്ക് എ ബാങ്ക് അക്കൗണ്ട് വിത്തൗട്ട് ഹാവിംഗ് ബാലൻസ് ഇൻ ഇറ്റ് എന്നാണ്. ക്രെഡിറ്റ് കാർഡ് ആണ്. ക്രെഡിറ്റ് കാർഡ് പഠിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒന്നാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്ക് ഏതാന്നുള്ളത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ക്രെഡിറ്റ് കാർഡ് പഠിക്കുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വേറെ ചോദ്യം വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡിൽ എത്ര ഡിജിറ്റ് കാർഡ് നമ്പർ ആണ് ഉണ്ടാവുക എന്നുള്ളത്. 16 ഡിജിറ്റ് കാർഡ് നമ്പർ അടങ്ങിയിട്ടുള്ള ഒരു കാർഡാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് എ ബാങ്ക് അക്കൗണ്ട് ആണ്, വിത്തൗട്ട് ഹാവിംഗ് ബാലൻസ് ഇൻ ഇറ്റ്. ഫസ്റ്റ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നെക്സ്റ്റ് വൺ ആണ്, ഇന്റർനെറ്റ് ബാങ്കിങ് ഈസ് ഓൾസോ നോൺ ആസ്. 1046/2023 ചോദ്യമാണ്. ഇന്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് ഓൾസോ നോൺ ആസ്
ഇത് സംശയം വരാൻ സാധ്യതയില്ല. പക്ഷെ PSCക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. കാരണം വെർച്വൽ ബാങ്കിങ്ങും അതുപോലെ തന്നെ ബാങ്കിങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്റർനെറ്റ് ബാങ്ക് ഇതിൽ നമുക്കറിയാം ഇന്റർനെറ്റ് ബാങ്കിങ് ഈസ് ഓൾസോ നോൺ ആസ് വെർച്വൽ ബാങ്കിങ്, യൂണിറ്റ് ബാങ്കിങ്, മാസ് ബാങ്കിങ്, യൂണിവേഴ്സൽ ബാങ്കിങ്. ഈ യൂണിറ്റ് ബാങ്കിങ്ങും മാസ് ബാങ്കിങ്ങും യൂണിവേഴ്സൽ ബാങ്കിങ്ങും ഒക്കെ ടൈപ്സ് ഓഫ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ തന്നെ പഠിക്കാനുണ്ട്. വെർച്വൽ ബാങ്കിങ് ആണ് ഈ ഇന്റർനെറ്റ് ബാങ്കിങ്ങിന് പറയുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ATM ഈസ് പ്രൊവൈഡഡ് സ്പെഷ്യലി ഫോർ അഗ്രികൾച്ചർ ട്രാൻസാക്ഷൻ. 1046/2023 എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. അഗ്രികൾച്ചർ ട്രാൻസാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ATM ഏതാന്നുള്ളത്, അഗ്രികൾച്ചർ ട്രാൻസാക്ഷൻ, ഷെയർ ട്രാൻസാക്ഷൻ, വിമൻ ബാങ്കിങ്, ഇതൊക്കെ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. വിമൻ ബാങ്കിങ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പിങ്ക് ആണ് വിമൻ ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ATM എന്ന് പറയുന്നത്. അതുപോലെ ഷെയർ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അഗ്രികൾച്ചർ എന്താണ്, യെല്ലോ ആണോ, ഗ്രീൻ ആണോ, പിങ്ക് ആണോ, ബ്രൗൺ ആണോ? നമുക്കറിയാം അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതിലുള്ളത് എന്താണ്, ഗ്രീൻ ലേബൽ ആണ്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ATM എന്ന് പറയുന്നത് ഗ്രീൻ ലേബൽ ATM ആണ്. ഇപ്പം ATM ഇമ്പോർട്ടൻ്റ് ആണ്. ATMന്റെ ഫുൾ ഫോം അടക്കം നമുക്ക് ചോദിക്കാറുണ്ട്. ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ ആണ്. ATMന്റെ ഫുൾ ഫോം അടക്കം മുന്നേ CSEB എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂപേ ദ ഇൻഡിജിനിയസ് കാർഡ് സ്കീം ഈസ് ക്രിയേറ്റഡ് ബൈ. 1038/2023 ക്വസ്റ്റ്യൻ ആണ്. റൂപേ ദ ഇൻഡിജിനിയസ് കാർഡ് സ്കീം ഈസ് ക്രിയേറ്റഡ് ബൈ NACH, RBI, നബാർഡ്, NPCI. എന്താ റൂപേ കാർഡ് എന്ന് പറയുന്നത്? റൂപേ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തത് NPCI ആണ്. 2008 NPCI ഫൗണ്ട് ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. NPCIന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് ജോയിൻലി ഓൺഡ് ബൈ റിസർവ് ബാങ്ക് ആൻഡ് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. റിസർവ് ബാങ്കും മിനിസ്ട്രി ഓഫ് ഫൈനാൻസുമാണ് ഈ NPCI എന്താണ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ NPCI ആണ് 2008 ഈ ഒരു NPCI ഫൗണ്ട് ചെയ്തത്. മുംബൈയിലാണ് അതിൻ്റെ ആസ്ഥാനം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും റിസർവ് ബാങ്കും ജോയിൻറ്റ്ലി ഓൺ ചെയ്യുന്ന ഒന്നാണ് ഈ NPCI എന്ന് പറയുന്നത്. അപ്പോൾ റൂപേ കാർഡ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് NPCI ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി അഡ്വാൻറ്റേജസ് ഓഫ് റൂപേ കാർഡ് ഈസ്. 1032/2023 ചോദ്യമാണ്. ക്രെഡിറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫോർ 180 days. RBI ഹാസ് മെയ്ഡ് ഇറ്റ് കമ്പൽസറി ഫോർ public sector banks to issue RuPay branded card. Low charge for settlement. IMPS facility is available only in RuPay card. ഇതിൽ റൂപേ കാർഡിന്റെ അഡ്വാൻറ്റേജ് ഏതാണെന്നാണ്. എന്താണ് റൂപേ കാർഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ലോ ചാർജ് ഫോർ സെറ്റിൽമെന്റ് ആണ്. സെറ്റിൽമെന്റ് ചാർജ് എന്ന് പറയുന്നത് മറ്റു കാർഡുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റൂപേ കാർഡിന് കുറവാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, RTGS സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI ഇൻ 1023/2023 ചോദ്യമാണ്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റം, RTGSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്, അതും ചോദിക്കാറുണ്ട്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റം ആണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് RBI ആണ്. എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് നമ്മളുടെ ചോദ്യം. എന്നാണ് RTGS ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2004 RTGS അതുപോലെ നെഫ്റ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും കാര്യങ്ങളൊക്കെ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. RTGS ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2004. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റി ദാറ്റ് എനേബിൾ കസ്റ്റമർ ടു യൂസ് മൊബൈൽ ബാങ്കിങ് വിത്തൗട്ട് സ്മാർട്ട് ഫോൺ ഓൺ ഇന്റർനെറ്റ് കണക്ഷൻ. സ്മാർട്ട് ഫോണോ ഇന്റർനെറ്റ് കണക്ഷനോ ഇല്ലാതെ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിന് എന്താണ് ബാങ്കിങ് ഫെസിലിറ്റി എനേബിൾ ചെയ്യുന്ന ആ ഒരു സംവിധാനം ഏതാണെന്നാണ്. ഗൂഗിൾ പേ, പേടിഎം, USSD, IMPS. ഏതാണ്? ഗൂഗിൾ പേക്ക് നിങ്ങൾക്ക് അറിയാം നെറ്റ് വേണം, പേടിഎമ്മിന് വേണം, IMPS ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് എന്താണ് നെറ്റ് ഫെസിലിറ്റി ആവശ്യമാണ്. അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് ഇല്ലാത്തത് എന്താണ്? USSD ആണ്. അപ്പോൾ USSD ആണ് ഇറ്റ്സ് എ മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റി എനേബിൾ കസ്റ്റമർ ടു യൂസ് മൊബൈൽ ബാങ്കിങ് വിത്തൗട്ട് സ്മാർട്ട് ഫോൺ ഓർ ഇന്റർനെറ്റ് കണക്ഷൻ. ഇന്റർനെറ്റ് കണക്ഷനോ സ്മാർട്ട് ഫോണോ ഇല്ലാതെ മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റി ചെയ്യാൻ കസ്റ്റമറിന് സാധിക്കുന്നത് USSD വഴിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡിജിറ്റ്സ് ആർ ദർ ഇൻ IFS കോഡ്? അല്ലെങ്കിൽ IFSCയിൽ എത്ര ഡിജിറ്റ്സ് ആണ് ഉള്ളത് എന്നാണ്. 9, 10, 11, 12. 11 ഡിജിറ്റുകളാണ് IFSCയിൽ ഉള്ളത്. അതിൻ്റെ ആദ്യത്തെ 4 ഡിജിറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് IFSCയും അതിൻ്റെ ഡിജിറ്റ്സും. 11 ഡിജിറ്റുകളാണ് IFSCയിൽ ഉള്ളത്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിബിൽ സ്റ്റാൻഡ്സ് ഫോർ. 1980/2020 CSEBയുടെ ക്വസ്റ്റ്യൻ ആണ്. സിബിൽ സ്റ്റാൻഡ്സ് ഫോർ ക്രെഡിറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ്, ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഇന്റർനാഷണൽ ലിമിറ്റഡ്. സിബിലിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം സിബിൽ സ്കോർ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ലോൺ പ്രോസസ്സിനൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒന്നാണ് ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി, സിബിൽ പഠിക്കുമ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. സിബിലിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് ആണ്. സിബിലുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി പഠിക്കണം. മെയിൻ ആയിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ് ക്രിസിൽ, കെയർ, അതുപോലെ ICRA. ക്രിസിൽ എന്താണ് 1987 ക്രിസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. മുംബൈയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. പിന്നെ ICRA ഉണ്ട്, ICRA ലിമിറ്റഡ്, അത് ഹരിയാനയിലാണ്. 1991 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ കെയർ ഉണ്ട്, 93 എസ്റ്റാബ്ലിഷ് ചെയ്തത്. മുംബൈയിലാണ് കെയറിൻ്റെ ആസ്ഥാനം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിബിലുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഫേവറബിൾ ആയിട്ടുള്ള സിബിൽ സ്കോർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ CSEBയുടെ പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്താണ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് എന്താണ് പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം, ഇങ്ങനെയുള്ള ആശങ്കകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ വ്യക്തമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബിഗിനേഴ്സ് ബാച്ച് ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് CSEB എക്സാമിന് പഠിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇതിലുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. PhDCയും BCom കോർപ്പറേഷനും ഒക്കെ ജസ്റ്റ് പാസ് ഔട്ടായി ആദ്യമായിട്ട് CSEB എക്സാം എഴുതാൻ തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികളെ അസിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിലബസ് ബേസ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ലൈവ് സെഷൻസ് ഉണ്ട്. എല്ലാ സബ്ജക്റ്റിനും ഇംഗ്ലീഷ്, GK, മാത്സ് ഉൾപ്പെടെയുള്ള എല്ലാ സബ്ജക്റ്റിനും ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോഡൽ എക്സാംസ്, വീക്ക്ലി മോഡൽ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യാം. കൊറി ഹാൻഡ്ലിംഗ് സെഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതി ആദ്യത്തെ പരീക്ഷയിൽ തന്നെ നിങ്ങൾക്ക് വിജയം നേടാൻ വേണ്ടി കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്റലിജന്റ് ATMs ആർ കോൾഡ്. 1995/2019 ക്വസ്റ്റ്യൻ ആണ്. ഇന്റലിജന്റ് ATM എന്ന് പറയുന്നത് എന്താണ്? CDMകളെയാണ്, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻസിനെയാണ് ഇന്റലിജന്റ് ATM എന്ന് പറയുന്നത്. അപ്പോൾ CDMs ആർ കോൾഡ് ഇന്റലിജന്റ് ATMs. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ടേം ഫോർ എ ടെമ്പററി കോഡ് യൂസ്ഡ് ഫോർ ഓതന്റിക്കേറ്റിംഗ് ഡിജിറ്റൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ? ഡിജിറ്റൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഓതന്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെമ്പററി കോഡ് ഏതാണെന്നാണ്. പിന്നെ OTP, CVV, QR കോഡ്. നിങ്ങൾക്കറിയാം നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്തുകയാണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് എന്താണ് ആ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് ഒരു OTP വരും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്താണ് OTP ഷെയർ ചെയ്യരുത് എന്നുള്ളത്. ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മെസ്സേജ് വരാറുണ്ട്. OTP ആണ് ഒരു ടെമ്പററി കോഡ് ഓതന്റിക്കേറ്റിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. ഡിജിറ്റൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസിന് ഒരു ഓതന്റിക്കേറ്റിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് OTP എന്ന് പറയുന്നത്. വൺ ടൈം പാസ്വേഡ് ആണ് അതിൻ്റെ ഫുൾ ഫോം. OTP എന്ന് പറയുന്നതാണ് ഒരു ടെമ്പററി കോഡാണ്. അതിനൊരു ടൈം വാലിഡിറ്റി ഉണ്ടായിരിക്കും. കുറച്ച് സമയം ആ OTP വാലിഡ് ആവുള്ളൂ. അപ്പോൾ OTP എന്ന് പറയുന്നത് ഒരു ടെമ്പററി കോഡാണ് യൂസ് ഫോർ ഓതന്റിക്കേറ്റിംഗ് ഡിജിറ്റൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോഡേൺ മെത്തേഡ് അഡോപ്റ്റഡ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ചെക്ക് ക്ലിയറിംഗ് പ്രോസസ്. 2691/2012, 2681/2011 ഈ രണ്ട് പരീക്ഷകളുടെയും ചോദ്യമാണ്. മോഡേൺ മെത്തേഡ് അഡോപ്റ്റഡ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ചെക്ക് ക്ലിയറിംഗ് പ്രോസസ് എന്താണ്? DIR, VAS, SAA, MICR. ഇതിൽ നമുക്ക് എന്താണ് ചെക്കുമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ളത് MICR ആണ്, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. അപ്പോൾ MICR ആണ് ഈ ഒരു ചെക്ക് സ്പീഡി ആയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡേൺ മെത്തേഡ് എന്ന് പറയുന്നത്. MICR ചെക്കുകളൊക്കെയാണ് ഇപ്പോൾ നമുക്ക്
സർക്കുലേഷനിൽ ഉള്ളത്. മോഡേൺ മെത്തേഡ് അഡോപ്റ്റഡ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ചെക്ക് ക്ലിയറിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് MICR ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് CSEBയുടെ പ്രീവിയസ് എക്സാംസിൽ ബാങ്കിങ് മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു സെഷനുമായിട്ട് കാണാം. താങ്ക്